ചരിത്രത്തിന്റെ പുതിയൊരു വഴിത്തിരിവിലേക്ക് മിഡിൽ ഈസ്റ്റ് നീങ്ങുമ്പോൾ പശ്ചിമേഷ്യൻ മണ്ണിൽ അമേരിക്കയുടെ ആധിപത്യ രാഷ്ട്രീയത്തിനെതിരെ അടിയുറച്ച ചെറുപ്പുനിൽപ്പിന്റെ കൊടി പിടിക്കുകയാണ് ഇറാൻ. പതിറ്റാണ്ടുകളായുള്ള സാമ്പത്തിക ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും അതിജീവിച്ച് സ്വന്തം പരമാധികാരത്തിനും ജനങ്ങളുടെ അന്തസ്സിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനാണ് ഇറാൻ ഇപ്പോൾ കച്ചകെട്ടിയിരിക്കുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾക്കും ആഗോള മേധാവിത്വ മോഹങ്ങൾക്കുമെതിരെ രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഇറാൻ ഭരണകൂടവും ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് പുതിയ പ്രതിരോധ ചരിത്രം രചിക്കുകയാണ്. ഇറാന്റെ മിസൈൽ കരുത്തിനെ വാഷിംഗ്ടൺ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ അതിനിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത്, ഈ യുദ്ധത്തിൽ ഞങ്ങൾ പിന്നോട്ടില്ല, പരമാധികാരം ആർക്കും വിട്ടുകൊടുക്കില്ല, ആര് വന്നാലും അത് ഇനി എന്ത് തന്നെ ആയാലും എങ്ങനെയായാലും നേരിട്ടിറങ്ങി പോരാടും എന്ന നിലപാടാണ് ഇറാന്റേത്. ഖത്തറിലെ തങ്ങളുടെ ഏറ്റവും വലിയ വ്യോമതാവളത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യം ജീവനാഡിയായിട്ടുള്ള യുദ്ധസഹായ വിമാനങ്ങളുമായിട്ട് ഇസ്രയേലിലേക്ക് പിൻവാങ്ങുമ്പോൾ അതൊരു ഒളിച്ചോട്ടമാണെന്ന് പറയേണ്ടി വരും. ഇതൊരു പരമ്പരാഗത യുദ്ധം മാത്രമല്ലെന്നും ഓരോ സാധാരണക്കാരന്റെയും ജീവിതത്തെ ബാധിക്കുന്ന പുതിയ യുദ്ധമുറയാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വ്യോമസേനയുടെ എല്ലാ പ്രതിരോധ സൈനിക പ്രവർത്തനങ്ങളെയും നാഡീകേന്ദ്രമാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം എന്ന് പറയുന്നത്. US സെൻട്രൽ കമാൻഡിന്റെ പ്രധാന താവളമായിട്ടുള്ള ഇവിടെ നിന്നാണ് ഇറാഖ്, സിറിയ, ഗൾഫ് മേഖല, ചെങ്കടൽ, അഫ്ഗാനിസ്ഥാൻ എന്നിവയുൾപ്പെടെ വിശാല പ്രദേശങ്ങളിലെ സൈനിക ദൗത്യങ്ങൾ അമേരിക്ക ഏകോപിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരും നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളും സഹായ വിമാനങ്ങളും വിന്യസിച്ചിട്ടുള്ള അൽ ഉദൈദ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കടുത്തതോടെ ഈ താവളത്തിന്റെ സുരക്ഷയെക്കുറിച്ച് അമേരിക്കയ്ക്ക് വലിയ ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളിൽ നിന്നും താവളങ്ങൾക്ക് നേരെ തുടർച്ചയായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അമേരിക്ക തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായത്. ഈ സാഹചര്യത്തിലാണ് അൽ ഉദൈദിൽ നിന്ന് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ തെക്കൻ ഇസ്രയേലിലെ ഒവദ് എയർബേസിലേക്കും മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം. യുദ്ധത്തിൽ അമേരിക്ക ഭയന്നോടുകയാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അടിയന്തരമായിട്ട് മാറ്റുകയാണ്. ഇനി നിന്നാൽ കുഴപ്പമാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ്. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഇറാൻ എന്നൊരു രാജ്യത്തിലേക്ക് ആക്രമിക്കുമ്പോൾ ഇറാൻ തിരിച്ചാക്രമിക്കുന്ന രാജ്യങ്ങളും കണക്കുകളും ഈ വ്യോമതാവളങ്ങളും നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക ഒളിച്ചോടുകയാണ് ഈ യുദ്ധത്തിൽ നിന്ന്. തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടിടുന്നു. പെട്ടെന്ന് ഖത്തർ വിടുന്നു, അവിടുന്ന് നേരെ ഇസ്രായേലിലേക്ക് പോകുന്നു. അങ്ങനെ ഭയമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ ഒരു യുദ്ധത്തിൽ ഉണ്ടാകുന്നത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും പ്രകാരം 60-ലധികം അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ ഇതിനോടകം തന്നെ ഖത്തർ വിട്ടിട്ടുണ്ട്. ഇനി ഖത്തറിൽ നിന്നാൽ വലിയ ഭീഷണിയാകും. ഇനി കുറച്ചുകൂടി നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള, കുറച്ചല്ല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ ഈ ഖത്തർ വിടുന്ന നീക്കങ്ങളിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. അതിനർത്ഥം ഈ യുദ്ധത്തിൽ ഖത്തറിൽ ഉണ്ടാകുന്ന ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് അതിനെ നേരിടാനോ പ്രതിരോധിക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. അവിടുത്തെ ഖത്തർ അവിടെ പ്രതിരോധിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുമ്പോഴും അമേരിക്ക എന്താണ് അവിടെ ചെയ്യുന്നത്? അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവയിൽ വലിയൊരു പങ്ക് ഇസ്രായേലിലെ ഈ ബെൻഗുരിയൻ വിമാനത്താവളത്തിലും സമീപത്തെ സൈനിക കേന്ദ്രങ്ങളിലുമാണ് എത്തിച്ചിരിക്കുന്നത്. അതായത് സുരക്ഷ തേടി നേരെ ഇസ്രായേലിലേക്ക് ഓടി. ഈ സ്ട്രാറ്റോ ടാങ്കറുകൾ സാധാരണ ചരക്ക് വിമാനങ്ങളല്ല, മറിച്ച് അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള യുദ്ധ സഹായ സംവിധാനങ്ങളിൽ ഒന്നാണ്. യുദ്ധവിമാനങ്ങൾക്കും ബോംബറുകൾക്കും ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അധിക ദൂരം സഞ്ചരിക്കാനും മണിക്കൂറുകളോളം ദൗത്യം തുടരാനും ഇവ സഹായിക്കുന്നു. ഈ ഒരു വിമാനങ്ങൾ ഇല്ലാതെ അമേരിക്കയ്ക്ക് ദീർഘദൂര വ്യോമാക്രമണങ്ങൾ ഫലപ്രദമായിട്ട് നടത്തുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ട്രംപിന് കഴിയില്ല.
അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണ സാധ്യതയുള്ള ഈ ഖത്തറിലെ താവളങ്ങളിൽ നിന്ന് ഈ നിർണായക ആസ്തികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് അമേരിക്കയുടെ പ്രാഥമിക ലക്ഷ്യം. ഒന്ന്, യുദ്ധത്തിൽ പിടിച്ചു നിൽക്കണം, മുഖം തിരിച്ചു പിടിക്കണം. അതിനിടയിൽ മറുവശത്തുകൂടി യുദ്ധവിമാനങ്ങൾ മാറ്റുകയാണ്. കാരണം ഇനി നിന്നാൽ പണിയാകും എന്നുള്ള കാര്യം ഏറെക്കുറെ മനസ്സിലായി. അതുകൊണ്ട് ഒരു വശത്ത് യുദ്ധം നടക്കുമ്പോഴും മറുവശത്ത് ഈ യുദ്ധവിമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടുന്ന് മാറ്റുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജൂലൈ 20-ന് ഇറാന്റെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കിയത്. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് ഒരു പരമ്പരാഗത യുദ്ധമല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേവലം മിസൈൽ ആക്രമണങ്ങൾ കൊണ്ട് മാത്രം ഇറാനെ കീഴടക്കാൻ കഴിയില്ലെന്ന് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പ്രസിഡന്റ് പെസഷ്ക്യാൻ ആരോപിക്കുന്നത്. ഈ സൈനികമായി നേരിടാൻ ഭയപ്പെടുന്നതിനാലാണ് അവർ പുതിയ യുദ്ധരീതികളിലേക്ക് മാറിയിരിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുക, ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളെ തകർക്കുക, രാജ്യത്തിനകത്ത് അസ്വസ്ഥവും അനിശ്ചിതത്വവും സൃഷ്ടിക്കുക എന്നിവയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അതിർത്തികളിൽ മാത്രമല്ല ഓരോ സാധാരണ പൗരന്റെയും ദൈനംദിന ജീവിതത്തിലും എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തിനേറെ പറയുന്നു, ഇന്ത്യ ഉൾപ്പെടെ ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക പുനഃക്രമീകരണങ്ങളെയും സാമ്പത്തിക ഉപരോധങ്ങളെയും ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ ഇറാൻ ജനത പൂർണ്ണ സജ്ജമാണെന്ന മുന്നറിയിപ്പും ഇതിലൂടെ ടെഹ്റാൻ നൽകുന്നുണ്ട്. അമേരിക്ക കൂടുതൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചാൽ പ്രാദേശിക അമേരിക്കൻ താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇറാൻ നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യോമ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയ അമേരിക്കയുടെ തീരുമാനം ഒരു സാധാരണ സൈനിക വിന്യാസമല്ല എന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കേവലം ആയുധ ബലം കൊണ്ട് മാത്രം തങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം ശരിവെക്കുന്നതാണ് അമേരിക്കയുടെ ഈ ഒരു നിലവിലെ ഭയവും പിന്മാറ്റവും ഒളിച്ചോട്ടവുമെല്ലാം. സാമ്രാജ്യത്വ ശക്തികളുടെ ഉപരോധ രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം പരമാധികാരം കാക്കാൻ ഇറാൻ ഭരണകൂടം അല്ലെങ്കിൽ ജനങ്ങളും കാട്ടുന്ന ഈ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയത്തെ മാറ്റിമറിക്കുകയാണ്. ഈ പെസഷ്ക്യാൻ പറഞ്ഞതുപോലെ യുദ്ധം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്കും സാമ്പത്തിക മേഖലയിലേക്കും പടരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കടുത്ത ആഭ്യന്തര പ്രതിരോധമാണ് ഇറാൻ ഇപ്പോൾ തീർക്കുന്നത്. അമേരിക്ക വിമാനങ്ങൾ മാറ്റി പുതിയ യുദ്ധത്തിന് കോപ്പ് കൂട്ടുമ്പോൾ ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ ഇറാൻ സജ്ജമായി കഴിഞ്ഞു. അതാണ് ഇറാന്റെ കരുത്തും നിലപാടും. ഒന്നും മാറ്റുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല, എവിടെയും ഓടി ഒളിക്കുന്നില്ല. ഇതാണ് ഇറാന്റെ നിലപാടും ധൈര്യവും കരുത്തും എന്ന് പറയുന്നത്. ഒടുവിൽ പശ്ചിമേഷ്യയിൽ ഇനി നടക്കുന്നത് വെറും സൈനിക വിന്യാസമോ അതോ ചരിത്രം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ കൗണ്ട് ഡൗൺ ആണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കുന്ന ഈ ഒരു യുദ്ധമുഖത്ത് അമേരിക്കയുടെ അധിനിവേശ രാഷ്ട്രീയത്തിനെതിരെ ഇറാൻ തീർക്കുന്ന ഈ പ്രതിരോധ കോട്ട ലോകം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം പലർക്കും വിനാശമേ വരുത്തിയിട്ടുള്ളൂ. യുദ്ധം കൊണ്ട് ഒന്നും തന്നെ സാധിക്കില്ല. യുദ്ധം കൊണ്ട് സാധിക്കില്ല എന്നതല്ല, യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ വലിയ പ്രതിസന്ധിയും നാശനഷ്ടങ്ങളും ജീവനും ഒക്കെ പൊലിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സമാധാനം വരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ സമാധാനം കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗൾഫ് മേഖലകളെയും മറ്റ് ലോകരാജ്യങ്ങളെയും പറ്റിക്കുന്ന അമേരിക്കയുടെ തന്ത്രമാണിത്. അമേരിക്ക ഇവിടെ ലാഭം കൊയ്യാൻ വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഈ യുദ്ധത്തിൽ എന്ത് നേട്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമുസ് അടയ്ക്കുന്നതും തുറക്കുന്നതും എല്ലാം നേട്ടമാക്കി എടുക്കുകയാണ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളെ സത്യത്തിൽ പെടുത്തുകയാണ് ട്രംപ്. ഈ ഗൾഫ് രാജ്യങ്ങളെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കി ട്രംപ് അവിടെ കോപ്പുകൂട്ടുന്നത് വൻ വ്യാപാരം കൂടിയാണ്. അത് മനസ്സിലാക്കാതെ പോകരുത്. ഇന്ന് ഈ യുദ്ധം ഒരു കാരണവും ഇല്ലാതെ ഈ ട്രംപ് യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ട്രംപിന് ഹോർമുസിന്മേൽ യാതൊരുവിധ അധികാരവുമില്ല. അമേരിക്ക എവിടെ കിടക്കുന്നു? ഈ പറയുന്ന ഇറാനും ഒമാനും അവരുടെ അല്ലെങ്കിൽ അവർ പങ്കിടുന്ന ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക് എവിടെ കിടക്കുന്നത്? അങ്ങനെ ആ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് പിടിവാശിയാണ് ട്രംപിന്റെ. അത് ഉണ്ടെങ്കിൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം എന്നുള്ള സ്വപ്നമോഹവുമായിട്ടാണ് ട്രംപ് നടക്കുന്നത്. പക്ഷെ ആ സ്വപ്നമോഹം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല. കാരണം ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ലോകം അവസാനിച്ചാലും ശരി തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് തങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളത്.